കൊച്ചിയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. കൊച്ചി എടയാറിൽ വ്യവസായ സ്ഥാപനത്തിൽ തീപിടുത്തത്തിൽ ഒരു മരണം. പാതാളം PG ലൂബ്രിക്കൻസിലാണ് തീപിടുത്തമുണ്ടായത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും നടത്തുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഈ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള, തീപിടിക്കാൻ സാധ്യതയുള്ള നിരവധി വസ്തുക്കൾ ഉണ്ടായിരുന്ന സ്ഥാപനമാണെന്ന് തോന്നുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും എടയാറിലെ വ്യവസായ സ്ഥാപനത്തില്, അതായത് പാതാളം PG ലൂബ്രിക്കൻസിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതായത് വലിയ ഇതോടുകൂടി തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം സമീപത്തുള്ള സ്ഥാപനങ്ങളിലെ ആളുകളെ എല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിച്ചിട്ടുണ്ട്. നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സുജിത്ത്, വലിയ രീതിയിൽ തീ പടർന്നു പിടിക്കുന്ന കാര്യം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആജ്ഞ, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എന്താണ്? തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ഇത് എന്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്? അത് തീ പിടിക്കുന്നതിന് കാരണം ആവാൻ അവിടുത്തെ വസ്തുക്കളൊക്കെ ഈ പെട്ടെന്ന് തീ പടർന്നു പിടിച്ചതിന് കാരണമായിട്ടുണ്ടോ? പ്രധാനമായിട്ടും ഈ ഏരിയ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെയാണ്. ഇത്തരത്തിലുള്ള, അതായത് ഈ PG ലൂബ്രിക്കൻസ് തന്നെ ഇത്തരത്തിൽ തീ പിടിക്കാനുള്ള സാധ്യതകളുള്ള സാമഗ്രികളൊക്കെ സൂക്ഷിക്കുന്ന ഇടം തന്നെയാണ്. അത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ, അതായത് പ്രത്യേകിച്ചും ഈ സ്ഥാപനങ്ങൾ, മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ അടുത്തുള്ളത് കൊണ്ട് തന്നെയാണ് ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും തീ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് മറ്റ് സമീപ പ്രദേശത്തുള്ള ആളുകളെ ഒഴിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക്. എന്തായാലും ആ സമീപ പ്രദേശത്തുള്ള വ്യവസായ സ്ഥാപനങ്ങളിലുള്ള ആളുകളെ എല്ലാം ഞങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തീ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല. തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫയർഫോഴ്സിന്റെ 6 യൂണിറ്റ് ആണ് നിലവിൽ ഈ സ്ഥലത്ത് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് തീ പടർന്നു പിടിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഓക്കെ, ഈ മരണം സംഭവിച്ചത് എങ്ങനെയാണ്? ഇയാൾ അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോവുകയാണോ? ഒപ്പം മരിച്ച വ്യക്തിയുടെ വിശദാംശങ്ങൾ, മറ്റ് ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ അറിയാനാവുന്നുണ്ടോ? മരിച്ച വ്യക്തിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നിലവിൽ എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ, അതായത് ഇടയ്ക്ക് തീ ഒന്ന് നിയന്ത്രണ വിധേയമായി എന്ന് തോന്നിയ സാഹചര്യത്തിൽ അല്പസമയത്തേക്കൊന്ന് നിർത്തിവെച്ചപ്പോൾ തന്നെ വീണ്ടും ആളിപ്പടർന്ന സാഹചര്യമാണ്. അതായത് അത്ര വലിയ ഇന്ത്യൻ സ്ഥിതിയോടുകൂടി തന്നെയാണ് തീ ആളിപ്പടരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മരിച്ച ആള്, അതിനകത്ത് കുടുങ്ങിപ്പോയ ആളാണ്. തീ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രക്ഷപ്പെടാനാവാതെ പൊള്ളലേറ്റ സാഹചര്യമുണ്ട്. അതേസമയം അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ ഇതുവരെയും നമുക്ക് ലഭ്യമായിട്ടില്ല. തീ പടർന്നു പിടിക്കാനുള്ള ശ്രമങ്ങൾ, പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. 6 യൂണിറ്റ് ആണ്. പക്ഷെ തീ പടർന്നു പിടിക്കുകയാണ്. നിയന്ത്രണ വിധേയമായി തന്നെ ആക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇടയ്ക്ക് ഒന്ന് അണഞ്ഞു, അല്ലെങ്കിൽ തീ എന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ തന്നെയും അതൊന്ന് 1 മിനിറ്റ് നിർത്തിവെച്ചപ്പോൾ തന്നെ അത് വീണ്ടും തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിട്ടുള്ളത്. ശരിക്കും വലിയ തീപിടുത്തമാണ് ഉണ്ടാവുന്നത്. കൊച്ചിയിലാണ്, ഇൻഡസ്ട്രിയൽ ഏരിയയിലെ തീപിടുത്തമാണ്. തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കൊച്ചി എടയാറിലാണ് സംഭവം. പാതാളം PG ലൂബ്രിക്കൻസിലാണ് തീപിടുത്തമുണ്ടായത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. പുറത്തുവരുന്ന ദൃശ്യങ്ങൾ തന്നെ ആ തീപിടുത്തത്തിൻ്റെ ഒരു തീവ്രത വ്യക്തമാക്കുന്നതാണ്. ഒരാൾ മരണപ്പെട്ടു, മറ്റ് അപകടങ്ങളുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. പൊതുവിൽ തീപിടുത്തം ഏറ്റവും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാലാവസ്ഥയാണിപ്പോൾ. വലിയ ചൂടാണ് പകൽ സമയം അനുഭവപ്പെടുന്നത്. ഇതിനിടയിലാണ് ഈ തീപിടുത്തം. ഈ സാഹചര്യമൊക്കെ തീ നിയന്ത്രണ വിധേയമാവാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് വ്യക്തമാകുന്നു. എന്തായാലും 6 ഫയർഫോഴ്സ് അവിടെ ഇപ്പോഴും
തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.